ആ ആ മതിയടാ, മതി മതി മതി, ഇവിടെ നിർത്തിക്കോ. ഓക്കെ കുഞ്ഞോളെ, കുഞ്ഞോളെ, കുഞ്ഞോളെ വന്നോ? ഒന്നിങ്ങി വന്നേടി. ഷാപ്പിന്റെ ഉദ്ഘാടനമായി ആദ്യ ദിവസം തന്നെ പെട്ടിയിൽ വീണത് ലക്ഷങ്ങളായിരുന്നു. ആണോ? അപ്പൊ നിങ്ങൾ ശരിക്കും മുതലാളിയായല്ലേ? അയടി, ശാന്തപ്പൻ തോട്ടുവക്കം TS 36. മോളെ കല്യാണി, കല്യാണി, ആ ഇവിടെ നിനക്കുള്ള ഉടുപ്പാ. ആദ്യം നീ പിടി. എനിക്കോ? പിന്നെ നിനക്കല്ലാതെ പിന്നെ ആർക്ക്? തുറന്നു നോക്കണേ അങ്ങോട്ട്. ഇത് നിനക്കുള്ളത്. അച്ഛൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ലെന്നാണല്ലോ ഇവിടെ ചിലർക്ക് പരാതി. തുറന്നു നോക്കിയോ? തുറന്നു. എന്റെ കുഞ്ഞോളെ, ഈ പെമ്പിളാരുടെ ഉടുപ്പിനൊക്കെ എന്തോ വിലയാന്നറിയാവോ? പിന്നെ ചുമ്മാതെ കിട്ടുവോ? 3600 രൂപയായി. പിന്നല്ലാതെ ഈ 3600 രൂപയ്ക്ക് കുറച്ച് മീനും ഇറച്ചിയെല്ലാം കൂടെ വാങ്ങിച്ച് ഷാപ്പിലിട്ടിരുന്നെങ്കിൽ എന്തോ ഒരു കാശ് കിട്ടിയേനെ. ഇത് കൊള്ളാലോ, ഇതിന് കുറെ കാശായി കാണുമല്ലോ. ഞാൻ വിലയൊന്നും നോക്കിയില്ലെന്നേ. ഞാൻ തുണിക്കടയിലോട്ട് ചെന്നപ്പോ അവർ ഓടി വന്ന് എന്നോട് ചോദിക്കാ ശാന്തപ്പ മുതലാളിക്ക് എന്തോ വേണോന്ന്. ഞാൻ പറഞ്ഞ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുറച്ച് തുണി എടുക്കാനാ വന്നേന്ന് പറഞ്ഞു. അവരെന്നെ പിടിച്ച് അവിടെ ഇരുത്തിട്ട് എല്ലാരും കൂടെ ഒരു ഓട്ടവാ. ഓടിപ്പോയി കുറച്ച് തുണിയും പെറുക്കി കൂടി വന്നൊരു ബില്ലും കൈ തന്നു. ഞാൻ കുറച്ച് കാശം. എന്തിനാ നമ്മള് കണക്കൊക്കെ നോക്കുന്നത്? പിന്നെ അവക്കുള്ളത് ഇതിനകത്തുണ്ട്, നീ ഞാൻ കൊടുത്തേ. കൊടുക്കടി. നിങ്ങൾ ജോലി ചെയ്ത് കാശുണ്ടാക്കി എനിക്ക് ഇതുപോലെ തന്നെ ഞാൻ സന്തോഷത്തോടെ വാങ്ങിക്കും. ഞാൻ ജോലി ചെയ്ത കാശാ, ഷാപ്പിലെ കാശ്. ആ ഷാപ്പ് എവിടുന്നാ ഉണ്ടായത്? വഴിയെ പോകുന്ന പെണ്ണുങ്ങളുടെ താലി പൊട്ടിച്ചുണ്ടാക്കിയ കാശല്ലേ? അതുകൊണ്ട് എനിക്കിത് വേണ്ട. നിന്റെ ഈ നെകളിപ്പേ എവിടെ ചെന്ന് അവസാനിക്കുന്ന നീ ചിന്തിച്ചിട്ടുണ്ടോ? എടി, ഇനി നീ വീട്ടിൽ ഒരു കാര്യവും ചെയ്യണ്ട. ഇവളുടെ കല്യാണിയുടെ 2 വർഷത്തെ ഫീസ് ഒരുമിച്ച് ഞാനങ്ങ് അടച്ചു. അത് നീ ഇനി അടക്കണ്ട. പിന്നെ നിന്റെ 10 ലക്ഷം ഞാൻ എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ് നീ ഇവിടെ കിടന്ന് തുള്ളുന്നുണ്ടല്ലോ, ആ 10 ലക്ഷം ഞാനങ്ങ് തന്നേക്കാം. നിങ്ങൾ എനിക്ക് ഒന്നും തരണ്ട. നിങ്ങൾ കൊണ്ടുപോയതേ സത്യമുള്ള കാശ. അത് കൊണ്ടുപോയർക്കേ ആ കാശ് കൊണ്ട് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഇവളുടെ ഫീസ് അടച്ചെന്ന് വലിയ അഭിമാനത്തോടെ പറഞ്ഞില്ലേ? അത് ഔദാര്യമല്ല, കടമയാ, ഒരു അച്ഛന്റെ കടമ. വാടി. എടി കല്ലു, എന്തൊരു അഹങ്കാരി പെണ്ണുങ്ങൾക്ക്. ഇവളെ മെരിക്കെടുക്കാൻ ഞാനൊരു പണി വെച്ചിട്ടുണ്ട്. പണി വെച്ചോ? ഒരു കുഴപ്പമില്ല. അതെ, അവസാനം അത് നിങ്ങൾക്കിട്ട് തന്നെ തിരിച്ചു കൊള്ളാതിരുന്നാ മതി.